ഇതെടാ മാമ എന്നെ ഇപ്പോൾ അവന്മാർ വിളിച്ചായിരുന്നു. അവന്മാരില്ല, കുമാരനെ വിളിച്ചായിരുന്നു. നമ്മുടെ ജോയ്മോൻ്റെ സംഘമില്ലേ, അവന്മാരെ പുള്ളി കണ്ടായിരുന്നു. അവിടെ സ്ഥിരം സംഘത്തിരുന്ന് വെള്ളം അടിക്കണ്. അപ്പോൾ ആ സമയത്ത് അവന്മാരും പുള്ളിയും കണ്ട്. അവർക്കറിയാം പുള്ളിക്ക് എന്നെ അറിയാമെന്ന്. മനസ്സിലായേ? അപ്പോൾ ആ പുള്ളിയെ അവന്മാർ വിളിച്ചിട്ട് വിരട്ടി വിട്ട്. മാമ നമ്മുടെ കാര്യം പറഞ്ഞാണ് വിരട്ടി വിട്ട്. നമുക്കെന്ത് മാമ, നമ്മൾ ഒരുത്തിനിട്ട് കൊടുത്തില്ലേ, അതിന്റെ പ്രതികാരം ചെയ്യാൻ വരുമെന്ന്. പ്രതികാരം ചെയ്യട്ട് മാമ. അല്ല പിന്നെ ഞാൻ എന്തോന്ന് പറയാ, നീ മുണ്ടൂരി അടിച്ചിട്ടില്ലേ, അതാണ് വിഷയമായത്. പിന്നെ ഏതോ ഒരു അലവിലാതെ എന്റെ ചേച്ചിയെ കയറി എടി പന്നാന്നൊക്കെ വിളിച്ചാൽ ഞാൻ പിന്നെ നോയിക്കൊണ്ടിരിക്കുക. അമ്മാര് വരുമെന്ന് പറഞ്ഞാൽ ചുമ്മാ ആയിരിക്കും അല്ലേ? ഉമ്മ ഒന്നും ആയിരിക്കില്ല, അമ്മാര് വരും. എന്താണ് മറ്റേ അവന്മാർ അവിടെ വെള്ളം ഒഴിച്ചോണ്ട് എന്തൊക്കെയാ പ്ലാൻ ചെയ്യണമെന്ന്. അവന്മാര് പ്ലാൻ ചെയ്യട്ടെ, നമുക്കെന്ത് വേണം? അതല്ല അമ്മ, അവന്മാര് ഇരുട്ടി വിളിക്കുന്നതിന് മുന്നേ പ്രതികാരം ചെയ്യാൻ വരുമെന്ന്. അവന്മാരെന്താ ഫോൺ വിളിച്ച് പറഞ്ഞാ? ഇല്ല, കുമാരനെ വിളിച്ചോ. അവന്മാര് വരണമെങ്കിൽ വരട്ടെ. വന്നു കഴിയുമ്പോൾ നമുക്ക് അവന്മാരെ വിളിച്ചിരുത്തി കട്ടൻ ചായയും ഇട്ട് നുറുക്കും കൊടുത്ത് പറഞ്ഞേക്കാം. നീ എന്തോ പറയുന്നത്? അവന്മാർ ഭയങ്കര പ്രശ്നക്കാരാ, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അമ്മ, നമ്മൾ ഈ അനങ്ങണേനും പോലീസിനെ വിളിക്കാൻ തന്നാൽ പോലീസുകാർക്ക് ഇത് മാത്രമുള്ള പണി, അവർക്ക് കുറേ പണിയുണ്ട്. ഇവന്മാർ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എൻ്റെ കോളേജിൽ നമ്മുടെ പിള്ളേരുണ്ട്, നമ്മുടെ ടീമാണ്. എന്ത് പറഞ്ഞാലും കൂടെ വെക്കും. വിളിക്കണോ? യേശു, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോവല്ലേ. നമുക്കൊരു മുൻകരുതലായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? പിന്നെ ഞാൻ സാധാരണ പറയും പോലെ പറയല്ല, അവന്മാർ വരണമെങ്കിൽ വരട്ടെ. എന്തായാലും നമ്മളായിട്ടൊരു പ്രശ്നത്തിന് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. പാല് വന്നാൽ ഇവിടെ പോയിക്കല്ലേ. പോയാ പിന്നെ പോയില്ലേ? പറയൂ, അവര് വരുമ്പോ എന്തോന്ന് ചെയ്യും? എന്ത് ചെയ്യാനാ? അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തൊക്കെയാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ലല്ലോ. എനിക്ക് തോന്നണല്ലോ മനസ്സിലാകാം. എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് മനസ്സിലാവുമെന്ന്. കുറച്ച് നാളേ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച അവന്മാർ വിചാരിച്ചു നമ്മളങ്ങ് ഉണ്ടാക്കി കളയാം. ആ ബാലും കൂടെ വേണമായിരുന്നു, അയാൾക്ക് ഇട്ടോറാൻ ഞാൻ ഊങ്ങി വെച്ചിരിക്കുവോ. അവനുള്ളത് പിന്നെ കൊടുക്കടാ. എന്താ ഗേറ്റ് കടച്ചിട്ടാണ് ഇവര്? വല്ല കല്യാണത്തിന് പോയി കാണും. അങ്ങനെ വരാൻ വഴിയില്ല, ഗേറ്റ് തുറന്ന് കയറിയാലളിയാ. രണ്ട് പടക്കം പൊട്ടിച്ചപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞു. പേടിച്ച് ഓടിയാവുമായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.